പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. PV അൻവർ MLA രാജിവെച്ചു. കൽക്കട്ടയിൽ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു പരിഹാസം രസകരമായി തോന്നി, അല്ലെങ്കിൽ അതൊരു കോമഡിയായി വായിക്കാൻ പറ്റി എന്നുള്ളതാണ്. ബംഗാളികളെല്ലാം കേരളത്തിലേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുമ്പോൾ പൊതുപ്രവർത്തനം അന്വേഷിച്ച് PV അൻവർ ബംഗാളിലേക്ക് പോയി എന്നുള്ളതാണ്. കുറച്ചുകൂടി വൈഡായ നിലകളിലൊക്കെ സോഷ്യൽ മീഡിയ സാഹിത്യകാരന്മാർ വളരെ വിശാലവും സരസവുമായ നിലകളിലൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്ന PV അൻവറിന്റെ ആദ്യത്തെ വാർത്ത കേട്ട ഉടൻ ആളുകളുടെ മനസ്സിലേക്ക് ഓടി വന്നത് PV അൻവറിന് എന്തിന്റെ കേടാണ്, PV അൻവർ ഒരു PC ജോർജ് ആവുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഈ ഓട്ടം ഏറ്റവും അവസാനം BJPയിലെങ്കിലും എത്തി നിൽക്കുമോ എന്നുള്ള സംശയത്തിലുമാണ് മലയാളികൾ. PV അൻവർ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ആദ്യം മുതലേയുള്ള ജനങ്ങളുടെ പരാതിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് വളരാനും അദ്ദേഹത്തിന് നിലപാടെടുക്കാനും ഒക്കെ അവകാശമുള്ള ഒരു നാട്ടിൽ പക്ഷേ ഒരു നേതാവ് എടുക്കുന്ന അഭിപ്രായങ്ങൾ ജനങ്ങളുടെ വിലയിരുത്തലിലൂടെയാണ് അയാൾക്ക് സപ്പോർട്ടായി മാറുന്നത് എന്നത് PV അൻവർ ഒരിക്കലും മനസ്സിലാകാത്ത പോലെയുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് MLA ആയി ഭരണപക്ഷവുമായി യോജിച്ചു പോകാൻ കഴിയാത്ത നിലകളിലേക്ക് പുറത്തു വരും. സ്വാഭാവികമായി അല്പം ചിന്തിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളോ അതിൻ്റെ മെരിട്ടോ ഒന്നുമല്ല. അതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരാൻ സാഹചര്യം ഉണ്ടായത്. അതൊക്കെ പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ ജനങ്ങളോട് പറയേണ്ടി വരുന്നത്, പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത്. ഒക്കെ ശരിയാണ്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള തണൽ ആവശ്യപ്പെടുമ്പോൾ അത് കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ നേതാക്കളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യേണ്ടതിന് പകരമാണ് ആദ്യം DMKയിലേക്ക് ചേക്കേറാൻ വേണ്ടി പോകുന്നു. DMKയുമായുള്ള ബന്ധത്തിൽ വഴിഞ്ഞൊഴുകിയ തേനിന്റെ മധുരം അങ്ങ് ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ അതിലാരോ കട്ടിയുള്ള ഉപ്പ് കോരിയിട്ട് ആകെ കയ്പാക്കി. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന തരത്തിലേക്ക് DMK എന്ന പേര് നിലനിർത്തിക്കൊണ്ട് കറുത്ത ഷാൾ ഉപേക്ഷിക്കുന്ന നിലകളിലേക്ക്. പിന്നീട് ഈ രാജ്യത്ത് ഉള്ള ഒരു രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗുമായും കോൺഗ്രസുമായും ചർച്ചകൾ നടക്കുന്ന കാഴ്ച കേരളം പിന്നീട് കണ്ടു. പാലക്കാടും ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ UDFുമായുള്ള ചർച്ചയുടെ ചിത്രങ്ങളൊക്കെ തെളിഞ്ഞു വന്നു. UDFിൽ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കും എന്ന തരത്തിൽ ചർച്ചകൾ രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിലാണ് ബംഗാളിൽ പോയി മമതാ ബാനർജിയെ കണ്ട് തൃണമൂൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിന്റെ കോർഡിനേറ്ററായി രംഗത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നീട് PV അൻവർ പ്രഖ്യാപിച്ചത്. എന്നാൽ PV അൻവർ ഞങ്ങളുടെ മെമ്പറാണ് എന്ന അർത്ഥത്തിലേക്ക് മമതാ ബാനർജിയുടെ കോൺഗ്രസ് ഒരു നിലപാടെടുത്തപ്പോൾ MLA പദവി രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവർ വെട്ടിലാവുകയാണ് ഉണ്ടായത്. MLA സ്ഥാനം രാജിവെക്കാതെ TMCയുമായി ഒരു സംബന്ധം തുടരാം, അങ്ങനെ തുടർന്ന് പോകാമെന്ന ധാരണയൊക്കെയാണ് അൻവർ മുന്നോട്ട് കണ്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഭിഷേക് ബാനർജിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ധാരണകളൊക്കെ മമതാ ബാനർജിയുടെ മറ്റേ ഗ്രൂപ്പ് പൊളിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ അൻവറിന് MLA സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു. അപ്പോഴും ചർച്ച കോൺഗ്രസുമായിട്ടാണ്. തിരുവമ്പാടിയിലോ അവിടെ എവിടെയോ ഒക്കെ എന്തൊക്കെയോ സെറ്റിൽമെന്റ് ഉണ്ടാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആദ്യമൊക്കെ UDFിലെ ഏതൊക്കെയോ നേതാക്കൾ അൻവറിന് കൊടുത്തിരുന്ന ഉറപ്പ് ഘട്ടം ഘട്ടമായി ഇനി UDF മൊത്തമായി തീരുമാനിച്ച് നൽകുക എന്ന അർത്ഥത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഏതായാലും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അൻവറിന്റെ UDF പിന്തുണയും സാധ്യതയും ഒക്കെ വന്നു നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ കേരളത്തിൽ വേര് പിടിക്കാത്ത ഒരു സാധനവുമാണ്. തൃണമൂൽ കോൺഗ്രസിൽ കോൺഗ്രസ് എന്ന പേരുള്ളത് കൊണ്ട് UDFിൽ ചേർക്കാൻ കോൺഗ്രസ്സുകാർക്ക് ആകെ മടിയുമാണ്. ഏതായാലും അൻവറിന്റെ ഭാവി തുലാസിൽ തന്നെ ആടുകയാണ്. ഈ തുലാസിന്റെ ചാഞ്ചാട്ടം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അൻവർ BJPയിലേക്ക് എത്താതിരിക്കട്ടെ എന്ന ആശംസ മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. നിലനിൽക്കണമെങ്കിൽ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാരെയും മലപ്പുറത്തെ കോൺഗ്രസ്സുകാരെയും പ്രത്യേകമായി ഒതുക്കി പോക്കറ്റിലിടേണ്ടത് അൻവറിന്റെ ഒരു രാഷ്ട്രീയ ദൗത്യമായി വളർന്നു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെയും VD സതീഷിനെയും K മുരളീധരനെയും തുടങ്ങിയുള്ള വിവിധ നേതാക്കളെ പലപ്പോഴും ചാക്കിലാക്കി പോക്കറ്റിലാക്കാനൊക്കെ അൻവറിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് സമീപകാല സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ മലപ്പുറം DCCയെയും നിലമ്പൂരിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളെയും ഒക്കെ ഇനിയും പോക്കറ്റിലാക്കാൻ അൻവറിന് സാധിച്ചിട്ടില്ല എന്നാണ് അവിടെയുള്ള റിപ്പോർട്ടുകൾ. അത് അൻവറിന് തിരിച്ചടിയാകുമോ വലിയ പാരയാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ആര്യാടൻ ഷൗക്കത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആര്യാടന്മാരുടെ കോൺഗ്രസ് തറവാട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര പരിവേഷത്തിലേക്ക് മാറിയാൽ അൻവർ ഉദ്ദേശിച്ചതും അൻവർ ലക്ഷ്യം വെച്ചതും നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം കൂടെയാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ തെളിയുന്നതുവരെ ഈ ആശങ്കകൾ സമാനമായി തന്നെ
തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കേരളത്തിൽ UDF നേടിയെടുത്ത രാഷ്ട്രീയ മേൽക്കോയ്മ അത് നിലനിർത്താനാകും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് നിലമ്പൂരിലുണ്ട്. അതിന് അൻവറിന്റെ സഹായം ഒട്ടും ആവശ്യമില്ല എന്നാണ് നിലമ്പൂരിലെ കോൺഗ്രസ് പറയുന്നത്. എന്നാലോ ഞാനുണ്ടെങ്കിൽ ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നും ഇങ്ങനെയൊക്കെയുള്ള വായ്ത്താരികളിലൂടെയും വായ്മേളങ്ങളിലൂടെയും അൻവറിന്റെ രാഷ്ട്രീയം മുന്നേറുകയാണ്. ഏതായാലും P. ജയരാജനിലേക്കും അതുപോലെ തന്നെ CPMന്റെ പല നേതാക്കളിലേക്കും അൻവറിന്റെ ഒളിയമ്പുകൾ ഇപ്പോൾ തന്നെ തൊടുത്തു വച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിൽ അത് പൊട്ടിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പേ അൻവറിന്റെ ആവനാഴിയിലുള്ള അവസാനത്തെ ഈ ബോംബുകളും പൊട്ടിയാൽ ഒരുപക്ഷെ CPMലും വലിയ കലഹങ്ങളൊക്കെ നടന്നേക്കും. പല ആളുകളുടെയും സ്വപ്നങ്ങൾ തകർന്നു പോയേക്കും. അത് മാത്രമാണ് ഇപ്പോൾ അൻവറിനൊരു പിടിവള്ളിയായിട്ടുള്ളത്. ആ ഒറ്റ ബോംബ് പിടിച്ചു വാങ്ങി വലിച്ചെറിയുകയെന്ന നിശ്ചയദാർഢ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഏതായാലും അൻവറിന്റെ അവസാന ബോംബ് പൊട്ടുന്നതോടെ അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരക്കായി മാറും എന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നമുക്ക് തോന്നുന്നത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.